ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൈത്താക്കാലം 3-ാം ഞായർ, റോമാലേഖനം 12-ാമത്തെ അധ്യായം 3 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ഓരോരുത്തരെക്കുറിച്ചും സ്വയം ചിന്തിക്കാൻ പാടുള്ളതിനേക്കാൾ കൂടുതൽ ചിന്തിച്ച് മേന്മ ഭാവിക്കാതെ ദൈവം ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് തന്നത് അംഗീകരിച്ച് സുബോധത്തോടെ ചിന്തിക്കുവിൻ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ കർത്തവ്യമല്ല. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാകുന്നു. നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരദാനങ്ങളുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച്, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട്, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശിച്ചുകൊണ്ട്, അധ്യാപനമെങ്കിൽ അധ്യാപനം നിർവഹിച്ചുകൊണ്ട്, ദാനം ചെയ്യുന്നവൻ സ്വതന്ത്ര മനസ്സോടെ, ഭരിക്കുന്നവൻ കാര്യഗൗരവത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തിന്മയായതിനെ തീവ്രമായി വെറുത്ത് നല്ലതിനോട് നന്നായി പറ്റിച്ചേർന്നിരിക്കുവിൻ. സഹോദര പ്രീതിയിൽ അന്യോന്യം അർപ്പണബോധമുള്ളവരായി പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സേവിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. പ്രാർത്ഥനയിൽ അനുസരിതം അടുപ്പമുള്ളവരാകുവിൻ. വിശുദ്ധരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവിൻ. അതിഥി സൽക്കാരം പതിവാക്കുവിൻ. റോമാലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 3 മുതൽ 13 വരെ വാക്യങ്ങളെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ലഭിച്ച ആധ്യാത്മിക ദാനങ്ങൾ എളിമയോടെയും ഉപവിയോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ എത്രമാത്രം അപകടം അത് സൃഷ്ടിക്കുമെന്ന് സഭകളുടെ ശ്ലൈഹിക സ്ഥാപകൻ എന്ന നിലയിൽ പൗലോസിനെ നന്നായി അറിയാമായിരുന്നു. അതിനാൽ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവർ സമുദായത്തിൽ വിനയത്തോടെ സേവന സന്നദ്ധരായി ജീവിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ഈ വരദാനങ്ങൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹരിസ്മാത്ത എന്നാണ് ഗ്രീക്കിലെ ഹരിസ്മാത്ത. കൃപ എന്നർത്ഥമുള്ള വാക്കാണ് ഹാരിസ്. ആ വാക്കുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഹരിസ്മാത്ത. കൃപയും വരദാനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ധ്വനി. എല്ലാ മനുഷ്യരും രക്ഷിക്കുക, അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ ലക്ഷ്യം. എല്ലാ മനുഷ്യരും രക്ഷിക്കുക, ദൈവത്തിൻ്റെ കൃപയുടെ ലക്ഷ്യം അതാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയ വരദാനങ്ങളുടെ ആത്യന്തിക ഉദ്ദേശവും അത് ലഭിച്ചവരുടെയും മറ്റുള്ളവരെയും രക്ഷ തരപ്പെടുത്തുകയാണ്. ഹാരിസ് എന്ന് പറഞ്ഞാൽ കൃപ. ദൈവത്തിൻ്റെ കൃപ ലക്ഷ്യം വെക്കുന്നത് എല്ലാ മനുഷ്യരും രക്ഷയാണ്. ഈ ഹാരിസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് ഹരിസ്മാത്ത. ഹരിസ്മാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വരദാനങ്ങൾ. ആ വരദാനങ്ങളുടെ ലക്ഷ്യവും നമ്മുടെയും മറ്റുള്ളവരെയും രക്ഷ സാധ്യമാക്കുക തന്നെയാണ്. അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരും രക്ഷയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ വേണം വരദാനങ്ങൾ ഉപയോഗിക്കാൻ എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. 7 ദാനങ്ങളാണ് ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത്. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, അധ്യാപനം, ദാനം ചെയ്യൽ, ഭരണം, കരുണ കാണിക്കൽ. ഇങ്ങനെ 7 ദാനങ്ങൾ. ഇതിനകത്ത് മതബോധനം, അനുദിന ക്രിസ്ത്യ ജീവിതം എന്നിവയെല്ലാം ഈ 7 ദാനങ്ങളിൽ ഇങ്ങനെ 7 ദാനങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. എങ്കിലും എല്ലാ ദാനങ്ങളും പട്ടികയല്ല ഇത്. കത്തോലിക്ക സഭയുടെ മതബോധനം 2003-2004 നിങ്ങൾക്ക് വായിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുന്ന വിവിധ കൃപാദാനങ്ങൾ സഭയുടെ നന്മയ്ക്കായി മാത്രമേ ഉപയോഗിക്കാവൂ. സഭയുടെ നന്മയ്ക്കായി മാത്രം, സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി. അതിനൊരു ഉദാഹരണം പറയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് വേണം പ്രവചനം ഉപയോഗിക്കാൻ എന്നാണ് പൗലോസ് പറയണേ. ഒരു ഉദാഹരണം പറയണ്ട, 7 ദാനങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പൗലോസ്. അപ്പോൾ പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച്. ഈ പ്രൊഫത്തേയ എന്നാണ് പ്രവചനത്തിനുള്ള ഗ്രീക്ക് വാക്ക്. അതിന് പുതിയ നിയമത്തിൽ ചേരുന്നൊരു പരിഭാഷ പ്രവചനം എന്നതിനേക്കാൾ ഈശ്വര പ്രചോദിത പ്രഘോഷണം എന്നാണ്. ഇൻസ്പയേർഡ് പ്രീച്ചിങ്, ഈശ്വര പ്രചോദിത പ്രഘോഷണം, അതാണ് പ്രവചനം എന്ന വാക്കിനേക്കാൾ പുതിയ നിയമത്തിൽ ചേരുക. ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. പ്രവചനം ഭാവി കഥനം എന്ന അർത്ഥത്തിലാണെങ്കിൽ, ദീർഘദർശി എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രവചനങ്ങളെല്ലാം പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ എന്താണ് ഈ ഭാവി കഥനം? ഭാവി പ്രവചിക്കാനായിട്ട് എന്താ ഉള്ളത്? പഴയ നിയമത്തിൽ പ്രവചനം ഭാവി കഥനം എന്ന അർത്ഥമുണ്ട്, ദീർഘദർശി എന്ന അർത്ഥമുണ്ട്. പ്രവചനങ്ങളുടെ പുസ്തകം പഴയ നിയമമാണ്, പുതിയ നിയമം പൂർത്തീകരണത്തിൻ്റെ പുസ്തകമാണ്. ഇവിടെ എന്താ പ്രവചിക്കാനുള്ളത്?
ഇനി എന്താ പ്രവചിക്കാനുള്ളത്? അപ്പോൾ ഈശ്വര പ്രചോദിത പ്രഘോഷണം എന്നാണ് ഈ പ്രൊഫത്തേയ എന്ന ഗ്രീക്ക് വാക്കിന് ചേരുന്ന നല്ല പരിഭാഷ. സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചിരുന്ന പൗലോസിനെ പോലെയുള്ളവരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിക്കണേ. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ ക്രിസ്തു യേശു സഭ സ്ഥാപിച്ചു. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന ആ പ്രവാചകന്മാരെന്ന് പറയുന്നത് പൗലോസിനെ പോലെയുള്ളവരാണ്. അപ്പൊ യേശു സഭ സ്ഥാപിച്ചത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ്. എഫേസ്യ ലേഖനം 2:20. അപ്പോൾ പൗലോസിനെ പോലെ സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പുതിയ നിയമത്തിൽ പറയണേ. 1 കൊരിന്തോസ് 12:10, 13:2, 14:3-6, 14:24, 1 തെസ്സലോനിക്കർ 5:20 ഇവിടെയൊക്കെ ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു സവിശേഷ വരദാനമാണ് പ്രവചനം. ആ പ്രവചന വരം ഉപയോഗിക്കേണ്ടത് വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ്. വിശ്വാസത്തിന്റെ തോതനുസരിച്ച് പ്രവചനം ഉപയോഗിക്കാവൂ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവചിക്കുന്ന ആളുടെ വൈയക്തിക വിശ്വാസത്തിന്റെ തോത്. ഇപ്പൊ ഞാനാണ് പ്രവചിക്കുന്നത്, അതായത് സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നെങ്കിൽ എൻ്റെ വിശ്വാസത്തിന്റെ, എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഞാൻ പ്രവചിക്കാവൂ എന്നാണ് ഒരർത്ഥം. 2, ക്രൈസ്തവ സഭയുടെ വിശ്വാസ സംഹിതയുടെ തോത്. അങ്ങനെ രണ്ടാമത്തെ അർത്ഥം, തിരുസഭയുടെ വിശ്വാസ സംഹിതയുടെ തോതനുസരിച്ച് പ്രവചിക്കാം. ഈ രണ്ടാമത്തെ അർത്ഥമാണ് പൗലോസ് ഉദ്ദേശിച്ചിരിക്കാൻ സാധ്യത. യേശുവിൻ്റെയും സ്ലീഹന്മാരുടെയും പ്രബോധനങ്ങൾ ബൈബിളിലെ പുസ്തകങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന മതബോധനം, സഭാപിതാക്കന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള സത്യവിശ്വാസം, വിശ്വാസ പ്രമാണങ്ങൾ, ഇവയെല്ലാം ചേർന്ന് രൂപപ്പെട്ടതാണ് സഭയുടെ വിശ്വാസ സംഹിത. ആ വിശ്വാസ സംഹിതയുടെ തോതനുസരിച്ച് പ്രവചിക്കാവുന്നതാണ്. സഭയുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഏത് വ്യക്തിയും പ്രവചനപരം ഉപയോഗിക്കാവൂ. പ്രവചനങ്ങൾ സത്യാവസ്ഥ അളക്കാനുള്ള മാനദണ്ഡം ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളാണ്. മറിച്ചല്ല, പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസ പ്രമാണത്തെ അളക്കുകയല്ല, വിശ്വാസ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പ്രവചനങ്ങളെ അളക്കുകയാണ്. പ്രവചിക്കുന്ന ആള് വിശ്വാസത്തിന് തോതനുസരിച്ചേ പ്രവചിക്കാവൂ എന്നാണ് പൗലോസ് പറയണേ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ തോതനുസരിച്ചേ പ്രവചിക്കാവൂ. ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളുടെ സത്യാവസ്ഥ അളക്കാൻ പ്രവചനപരം ശ്രമിക്കരുത്, മറിച്ചാണ് വേണ്ടത്. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന തോത്, വിശ്വാസത്തിന്റെ തോത്, അതിനുള്ള ഗ്രീക്ക് വാക്ക് അനലോഗിയ ടെസ് പിസ്തയോസ് എന്നാണ്. പിസ്തിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, പിസ്തയോസ് അതിന്റെ ജെനിറ്റീവ് ഫോമാണ്. അനലോഗിയ, ലോഗോസ്, ഈ 2 വാക്ക് ചേർന്നാണ് അനലോഗിയ. അനാലജി എന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ തുല്യത, സാദൃശ്യം, സാമ്യം, സാധർമ്മ്യം, തോത് എന്നെല്ലാം അനലോഗിയ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാനായി മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 സംഗതികൾ തമ്മിലുള്ള സാമ്യങ്ങളുടെ ബന്ധം, അവ തമ്മിലുള്ള തുല്യ നിലവാരത്തിന്റെ അടുപ്പം എന്നെല്ലാം നമുക്ക് ഉദ്ദേശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലോഗോസ് എന്നീ വാക്കുകളിൽ നിന്നാണ് അനലോഗിയ. ലോഗോസിന് വചനം, ഭാഷണം എന്നെല്ലാം അർത്ഥം. അനാലജി എന്നത് ഭാഷയുടെ പ്രതിഭയുമായി വാക്കിനോ ഭാഷണത്തിനുള്ള ശരിയായ ബന്ധമാണ്. അനാലജി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പ്രതിഭയുമായി വചനം, ഭാഷണം എന്നൊക്കെ ഒരു ബന്ധമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ശരിയായ അനുപാതം, ആ ബന്ധത്തിൽ ഒരു ശരിയായ അനുപാതമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? വിശ്വാസത്തിന് തോതനുസരിച്ച്, വിശ്വാസത്തിന് അനുപാതത്തിൽ വേണം പ്രവചിക്കാൻ. ഈ വിശ്വാസവുമായി ഭാഷയ്ക്കും ഭാഷണത്തിനും അവ തമ്മിൽ പരസ്പര ബന്ധത്തിനും ഊന്നൽ നൽകിയിരിക്കുകയാണ്. വിശ്വാസമായി ഭാഷയ്ക്ക് ബന്ധമുണ്ട്, ഭാഷണത്തിന്, വാക്കുകൾക്ക് ബന്ധമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ സത്യവിശ്വാസങ്ങൾ ഭാഷയിൽ വാക്കും വചനമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിശ്വാസ സത്യങ്ങൾ വാക്കും അല്ലേ, അങ്ങനെയല്ലേ? വിശ്വാസ പ്രമാണം വാക്ക് ഉപയോഗിച്ചിട്ടല്ലേ, വചനം ഉപയോഗിച്ചിട്ടല്ലേ? എന്നാൽ ഭാഷയെയും വാക്കിനെയും അതിശയിക്കുന്നതാണ് വിശ്വാസ സത്യങ്ങളുടെ പൊരുളുകൾ.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏകസത്യ ദൈവത്തിൽ 3 ആളുകൾ. ആളുകൾ എന്നുള്ളത് ഒരു ഭാഷയാണ് അല്ലേ, ഒരു വാക്കാണ്. ആളെന്ന് പറഞ്ഞാൽ പ്രൊസപ്പോൺ എന്ന ഗ്രീക്ക് വാക്കിന് ഈ നാടകത്തിൽ മുഖംമൂടി വെച്ച് വരില്ലേ, അതിനുദ്ദേശിക്കുന്നേ. അപ്പം മുഖംമൂടി വെച്ച് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെയാണ് പ്രോസപ്പോൺ എന്ന് പറയണേ. ആ അർത്ഥമാണോ ഇവിടെ ചേരുക? അല്ല. ദൈവം ഇങ്ങനെ മുഖംമൂടി വെച്ചിരിക്കുകയാണോ? അല്ല. പക്ഷേ സ്റ്റേജിൽ വരുന്ന ആ മുഖംമൂടി വെച്ച ആള് വേറെ ആളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, ഓഡിയൻസ് അത് കേൾക്കുന്നു. അപ്പോൾ ഒരു ബന്ധമുണ്ട് അവിടെ. അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ, ഈ പരിശുദ്ധ തത്വം ഉപയോഗിക്കുമ്പോൾ, അന്ന് ഉപയോഗിച്ച ആ അർത്ഥത്തിന് വ്യത്യാസം വരും. ഇതാണ് അനാലജി എന്ന് പറയണേ. ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ നാടകത്തിൽ മുഖംമൂടി വെച്ച് വരുന്ന ഒരാള് എന്ന ഒരു വ്യക്തി, ഒരു കഥാപാത്രം എന്നല്ല അർത്ഥം. മറിച്ച് മറ്റൊരു വ്യക്തിയുമായി മറ്റൊന്നുമായി ബന്ധത്തിലായിരിക്കുന്നവൻ എന്നാണ്, സംഭാഷണത്തിലായിരിക്കുന്നവൻ എന്നാണ്. ഈ സംഭാഷണമാകട്ടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സംഭാഷണത്തെയും ബന്ധത്തെയുമാണ് ആളെന്ന് പറയണേ. അപ്പോൾ ശരിക്കും, അതായത് പ്രോസപ്പൺ എന്ന വാക്കിന് മുഖംമൂടി വെച്ച് വരുന്ന ആ ആളെന്ന അർത്ഥം മാറി ശരിക്കുമുള്ള ആളെന്ന അർത്ഥം വന്നു. ആ കഥാപാത്രമായി മാറുന്നു. വെറും മുഖംമൂടി വെച്ച് വരികയല്ല, അയാള് ആ കഥാപാത്രമായി മാറുന്നു. അപ്പൊ ശരിക്കും ആളെന്ന വാക്കിന് അർത്ഥം തന്നെ കിട്ടിയത് അത് ദൈവത്തിന് ഉപയോഗിച്ചപ്പോഴാണ്. ദൈവത്തിന് ഈ ആള് ഏക സത്യദൈവത്തിൽ 3 ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരെ പോലെ 3 ആളുകൾ എന്നല്ല അർത്ഥം. നാടകത്തിൽ മുഖംമൂടി വെച്ചിരുന്ന കഥാപാത്രം എന്നല്ല അർത്ഥം, വേറെ അർത്ഥമാണ്. പക്ഷെ ഭാഷയിലെ വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വാക്കിനെയും ഭാഷയെയും കവച്ചു വെക്കുന്നതാണ് വിശ്വാസത്തിലെ വാക്കുകൾ, വിശ്വാസ പ്രമാണം. ഭാഷയെയും വാക്കിനെയും ഭാഷണത്തെയും ഒക്കെ കവച്ചു വെക്കുന്നത്, അതിനെയാണ് ഈ അനാലജി എന്ന് പറയണേ. അനാലജി എന്ന് പറയുന്നത് അനുപാതം, ഒരു മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന അനുപാതമല്ല ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ. ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വരും, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ ദാസി മാത്രമാണ് ഭാഷ. വിശ്വാസത്തിന്റെ ദാസി മാത്രമാണ് ഭാഷ. അതിനാൽ ഭാഷയ്ക്കും അതിന് വ്യാകരണത്തിന് മാത്രം ഊന്നൽ നൽകിയാൽ പോരാ. വിശ്വാസ സത്യത്തെ തമസ്കരിക്കരുത്. നമ്മൾ വീണ്ടും ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, പിന്നെ യഹോവ സാക്ഷികളൊക്കെ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയിട്ട് വിശ്വാസത്തെ തമസ്കരിക്കും. കർത്താവിൻ്റെ അമ്മ എന്ന് ബൈബിളിലുണ്ട്. പക്ഷെ അവര് ആ 1-ാമത്തെ അധ്യായം, ലൂക്കാസ് 1-ാമത്തെ അധ്യായമാണ്, അവിടെ എല്ലാ അധ്യായത്തിലും കർത്താവ് എന്ന് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർ പറയും ഗുരു എന്നാണ് അവിടെ അർത്ഥം. എന്താ പറയുക? എന്താ അവരോട് ഉത്തരം പറയാം? അവർക്ക് ഭാഷയാണ് അവർക്ക് പ്രശ്നം, വിശ്വാസമല്ല. അതുപോലെ ആത്മാവെന്ന വാക്ക് ബൈബിളിൽ കാണും, പക്ഷേ ശരീരത്തിൽ വ്യത്യസ്തമായ ഒരു ആത്മാവെന്ന അർത്ഥം അവിടെ ഇല്ല. പക്ഷെ അവർ നോക്കുന്ന ആത്മാവെന്നേ ഉള്ളൂ. അപ്പോൾ അവർ ഗ്രീക്ക് തത്വചിന്തയാണ് അവരുടെ മനസ്സിൽ വരിക, ക്രൈസ്തവ വിശ്വാസമല്ല. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ദാസിയാണ്. ഭാഷയെയും വാക്കിനെയും വചനത്തെയും കവച്ചു വയ്ക്കുന്നതാണ്, മറികടക്കുന്നതാണ് വിശ്വാസം. അത് വിശ്വാസത്തെ തമസ്കരിച്ചുകൊണ്ട് ഭാഷയ്ക്ക് അമിതമായി ഊന്നൽ നൽകിയാൽ നമുക്ക് തെറ്റുപറ്റും. ഇതാണ് പൗലോസ്ലീഹ പറയണേ. വിശ്വാസത്തിന് തോതനുസരിച്ച് വേണം പ്രവചനം. വിശ്വാസത്തിന് തോതനുസരിച്ച് വേണം പ്രവചനം. പ്രവചനത്തിന് തോതനുസരിച്ച് വിശ്വാസം എന്നല്ല. വിശ്വാസത്തിന് തോതനുസരിച്ചാണ് വചനമാണെങ്കിലും ഭാഷണമാണെങ്കിലും വാക്കാണെങ്കിലും ഭാഷയാണെങ്കിലും പ്രവചനമാണെങ്കിലും. പൗലോസിന്റെ ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി സഭ മുന്നോട്ട് വെക്കുന്ന രീതിയാണ് വിശ്വാസത്തിന്റെ തോത് അഥവാ വിശ്വാസത്തിന്റെ സാധർമ്മ്യം, അനാലജി ഓഫ് ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ തമ്മിൽ ഐക്യതയും പൊരുത്തവുമുണ്ട്. ഒരു വിശ്വാസ സത്യവും തനിച്ച് നിൽക്കില്ല. എല്ലാ വിശ്വാസ സത്യങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന വിശ്വാസ സംഹിതയിലെ ഓരോ കാര്യത്തിന്മേലും ദൈവരഹസ്യത്തിന്റെ സകലതും എന്ന വാക്യം എന്താണ്? സാകല്യം ഇല്ലേ? അഖണ്ഡത, മൊത്തത്തിലുള്ള സംഗതി എന്നർത്ഥം. സകലതും ദൈവരഹസ്യ സാകല്യവും നമ്മുടെ രക്ഷയും വെളിച്ചം വീശുന്നു. അതാണ് വിശ്വാസത്തിന്റെ തോത് അഥവാ വിശ്വാസ സാധർമ്മ്യം. കത്തോലിക്ക സഭയുടെ മതബോധനം 114 നിങ്ങൾക്ക് വായിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 114. ചുരുക്കത്തിൽ വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ് പ്രവചിക്കേണ്ടത്. ഈ നമ്മുടെ ധ്യാനഗുരുക്കന്മാരും ദർശനക്കാരും ഒക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വചനമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്.
ഇത് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് ആൾക്കാർ ഇത് വിട്ടുകളയും പലപ്പോഴും. പക്ഷെ നമ്മുടെ ബൈബിളിലുള്ളതാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്നതാണ്. ഇന്ന് സഭ അത് വായിച്ച് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി തന്നിരിക്കുക. പ്രവചിക്കുന്നെങ്കിൽ ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിൻ്റെയും വിശ്വാസ സത്യത്തിൻ്റെയും തോതനുസരിച്ചേ പാടുള്ളൂ, മറിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇല്ലേ, ഒരു വൈദികൻ പറയാണ്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി, അവിടെ ആത്മാക്കൾ മാമോദിസം വയ്ക്കി. എന്തൊരു അബദ്ധമായി പറയണേ. കത്തോലിക്ക വിശ്വാസത്തിനെതിരല്ലേ അത് തിരുത്താനായിട്ട് ആരും ഇല്ല ഇവിടെ. അതുപോലെ കർത്താവിന് ശരീരം AB പോസിറ്റീവാണ്, AB നെഗറ്റീവാണ്. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല വട്ടുണ്ടോ? ബെനഡിക്ട് മാർപ്പാപ്പ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ലെന്ന് ചിലർ ചോദിക്കുന്നത്. നിങ്ങൾ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം ഞാൻ എത്ര പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു? നസറത്ത് അലി യേശു എന്ന പുസ്തകം എത്ര പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു? അവിടെ മാർപ്പാപ്പ പഠിപ്പിച്ചിട്ടില്ലേ? നമ്മുടെ മെത്രാന്മാർ എന്തേ മാർപ്പാപ്പയുടെ പുസ്തകം വാങ്ങിച്ച് കൊടുക്കാത്തത്? അത് വായിക്കാനായിട്ട് ആവശ്യപ്പെടാത്തത്? അത് പഠിക്കാൻ പറയാത്തത്? നമ്മുടെ അച്ഛന്മാരെന്തുകൊണ്ട് അത് വായിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വായിക്കാത്തത്? സഭ പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യുന്നത് വായിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കില്ല, അത് കട്ടിയാന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. വായിക്കൂ, പിന്നെയും വായിക്കൂ, അർത്ഥം കിട്ടും. പിന്നെ പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മന് വെളിച്ചത്തിലിരിക്കൂ. ഞാൻ ഉപസംഹരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് തോതനുസരിച്ചേ പ്രവചിക്കാവൂ. പ്രവചനത്തിന് തോതനുസരിച്ച് വിശ്വാസ പ്രമാണം മാറ്റരുത്, വിശ്വാസ സംഹിത മാറ്റരുത്. ഇതാണ് പൗലോസിലൊക്കെ പഠിപ്പിക്കണേ. അതോടൊപ്പം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ വലിയ വിശ്വാസ ഭണ്ഡാകാരം, അതിലേക്ക് നമ്മുടെ വൈദ്യത്തെ വിശ്വാസം കൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ അതിൽ സ്വീകരിക്കാനും ആ വിശ്വാസത്തിൽ പഠിപ്പിക്കപ്പെടാനും നമ്മൾ തുറന്ന മനസ്സോടെ വചനത്തെയും വിശ്വാസത്വങ്ങളെയും സമീപിക്കണം. അപ്പോഴാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പട്ടം കിട്ടിയ നാളെ മുതൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും അങ്ങനെയുള്ള ഈ വിമത വൈദികരുടെ അവരെയാണ് മിക്കവരൊക്കെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇരിങ്ങാലക്കുടയാണെങ്കിലും തൃശ്ശൂരായാലും കൊണ്ടുവന്നിരുന്നത്. അവർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാവരും ഈ കുർബാനയ്ക്കെതിരായിരുന്നു. എന്നിട്ടും അവർ ജീവിച്ചിരിക്കെ തന്നെ ഏകീകൃത കുർബാന 35 രൂപത്തിൽ 34 നടപ്പായി. അവർ എത്രയോ വർഷങ്ങളായി സഭാവിരുദ്ധ പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവർ വിജയിച്ചില്ല. ഇനിയും വിജയിക്കോ? ഇല്ല. വിമതർ വിജയിക്കോ? അൽമായി മുന്നേറ്റക്കാർ വിജയിക്കോ? ഇല്ല. എന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, എനിക്ക് 89 ഡിസംബറിലെ പട്ടം കിട്ടിയത്. അന്ന് മുതൽ ഞാൻ കാണുന്നത് ഈ വിമത വൈദികരെ പിന്താങ്ങുന്ന ഫിലോസഫിയാണ് ഇരിങ്ങാലക്കുടയിലും മിക്കവാറും ക്ലാസ്സുകൾക്കൊക്കെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിരുന്നത്. അവരുടെ കൺവെട്ടത്താണ് അവരെന്താണോ പഠിപ്പിച്ചത് അതിന് വിരുദ്ധമായ കുർബാന നടപ്പായത്, അവരുടെ കൺവെട്ടത്. അപ്പൊ ഇത്രയും വലിയ പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാര് സഭാവിരുദ്ധ പ്രബോധനം നടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടായോ? കാര്യമില്ല. കാരണം എന്താ? നാളെ സൂര്യൻ ഉദിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തേ? മുദ്രാവാക്യങ്ങൾക്ക് ശക്തി കൂടുമ്പോൾ അതിന് പുറകെയുള്ള സത്യത്തിന് ബലക്ഷയമുണ്ടെന്നാണ് വെപ്പ്. നാളെ സൂര്യൻ ഉദിക്കുമെന്ന് ഞാൻ അലറി പറയേണ്ട കാര്യമില്ല, അത് ഉദിച്ചോളും, സത്യമാണത്. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് ഇവർ പ്രവചിച്ചുകൊണ്ടിരുന്നതും വചിച്ചുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. എന്നിട്ട് അത് വിജയിച്ചോ? ഇല്ലല്ലോ. ഇതൊരു തെളിവാണ്. ഞാൻ നിങ്ങളുടെ കൺവെട്ടത്തെ പറയുന്ന ഒരു തെളിവാണ്. അവർ വിശ്വാസത്തിനെതിരായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എത്ര വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചാലും വിശ്വാസത്തിനെതിരെ പഠിപ്പിച്ചാലും അത് വിജയിക്കില്ല. കാരണം അത് സത്യമല്ല. അതിനാൽ വിശ്വാസത്തിൻ്റെ തോത്, വിശ്വാസ പ്രമാണത്തിൻ്റെ തോതനുസരിച്ച് വേണം പ്രവചിക്കാനും വചനം പറയാനും വാക്ക് പറയാനും. അല്ലാതെ ചെയ്തു കൂട്ടുന്നതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളും നശിച്ചതിന് കാരണം അതുതന്നെയാണ്. വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചല്ല പ്രവചിച്ചത്, പ്രവചനത്തിന് തോതനുസരിച്ച് വിശ്വാസത്തെ മാറ്റി മറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കർത്താവ് നിലനിർത്തില്ല. കുറച്ച് നാളൊക്കെ പുഷ്ടി ഇങ്ങനെ നിൽക്കും, സമൃദ്ധിയൊക്കെ ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. അതിനാൽ ശാശ്വതമായി നിൽക്കുന്നത് വചനമാണ്, വിശ്വാസമാണ്, സഭയുടെ വിശ്വാസം. ആ സഭയുടെ വിശ്വാസം തോതനുസരിച്ച് വേണം പ്രവചിക്കാൻ. അത് സഭയെ കെട്ടിപ്പടുക്കാനും മനുഷ്യരുടെ രക്ഷയെ ഉദ്ദേശിച്ചുമായിരിക്കണം. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ബൈബിൾ എഴുതപ്പെട്ടത്. അതിലെഴുതപ്പെട്ട മറ്റ് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലുള്ളത്.
ഭൗതികമായ കാര്യങ്ങൾ നേടാൻ നിങ്ങൾ മറ്റു പുസ്തകങ്ങൾ തേടൂ. ബൈബിളിൽ വന്നിട്ട് കാര്യമില്ല. ബൈബിള് നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിന് പകരം സാമ്പത്തിക മേന്മയുണ്ടാകാനും വിസ കിട്ടാനും തകർച്ചകളെ തകർക്കാനും അങ്ങനെയൊന്നും അതൊന്നല്ല ശരി. തകർച്ചകളിൽ നിന്ന് നമ്മൾ വിളിക്കുന്നത് പോലും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ അനുഗ്രഹമാണ്. ദരിദ്രരെ ഞങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്കൊരു ദാരിദ്ര്യം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ അതിന് തകർച്ച എന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവിൻ്റെ ഹിതത്തിന് ചേർന്നതാണോ അത്? തകരണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പിടിപ്പിക്കേട് കൊണ്ടും കള്ളു കുടിച്ചിട്ടും അങ്ങനെയൊന്നും തകർന്നു പോകുന്ന അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ ദാരിദ്ര്യം സൗഭാഗ്യമായിട്ടാണ് കർത്താവ് കണ്ടത്, തകർച്ചയായിട്ടല്ല. ഞാൻ പറയുന്നത് സ്വർഗത്തിൻ്റെ വീക്ഷണം, വിശ്വാസത്തിൻ്റെ വീക്ഷണം അത് നമ്മൾക്ക് വലിയ ബലമാണ്, ഭയങ്കരമായ ബലമാണ്, വലിയ ബലമാണ്. ആ ബലം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് പ്രവചിക്കാനും ഭാഷണം പറയാനും വചനം പങ്കുവയ്ക്കാനും ഞാനും നിങ്ങളും തയ്യാറാകുക എന്നുള്ളതാണ് പൗലോസിൻ്റെ ഇന്നത്തെ സന്ദേശം. നമുക്കത് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.